The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear children, എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ഓക്കെ, ഇന്നത്തെ മാത്സ് ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ കോളിലൂടെയും അല്ലാതെയും നമ്മൾ സംസാരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്, കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മളായിട്ട് നല്ല എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു രീതിയിൽ ഇപ്പം എത്തിക്കഴിഞ്ഞു. ഓക്കെ, എങ്കിലും കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ മാത്സ് അല്ലേ ഭയങ്കര ടഫാണ്, ചെയ്യാൻ കിട്ടണില്ല ടീച്ചർ, അത് ലാസ്റ്റ് എത്തുമ്പോഴേക്കും തെറ്റിപ്പോവുകയാണ്, പെട്ടെന്ന് മനസ്സിലാവണില്ല, അങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയണം? ഇപ്പൊ നമ്മള് ഒരു കാര്യം ആദ്യമേ പറയുകയാണ്, എനിക്ക് അറിയണില്ല, എനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല അല്ലേ? നിങ്ങളൊക്കെ വിചാരിക്കേണ്ടാവും, ചെയ്യുന്ന സമയത്തൊക്കെ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അത് തെറ്റും, അയ്യോ ക്വസ്റ്റ്യൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ മനസ്സിൽ കഴിഞ്ഞു, അയ്യോ മാത്സ് എക്സാം ആണ്, അയ്യോ ക്വസ്റ്റ്യൻ ടഫായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിൽ കഴിഞ്ഞു. എക്സാം ആയി ക്വസ്റ്റ്യൻ കിട്ടി, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും അത് സംഭവിക്കുക? ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടാവും, ചെയ്യാൻ പറ്റില്ല അല്ലേ? അതൊക്കെ സംഭവിക്കുന്നതാണ് അല്ലേ? അപ്പൊ ടീച്ചർ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്തെ, ഞാനായാലും നിങ്ങളായാലും നിങ്ങളുടെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ആമയുടെയും മുയലിന്റെയും കഥ അല്ലേ? ഞാൻ കേൾക്കാത്തവരെ ആരും ഉണ്ടാവില്ല. അപ്പൊ എന്റെ കുട്ടിക്കാലത്തായാലും ഞാനും കേട്ടിട്ടുണ്ട് ഈ കഥ അല്ലെ? ഇപ്പോഴും നമ്മുടെ KG-യിലുള്ള കുട്ടികളും അതിലും താഴെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മുടെ പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണത്, ആമയുടെയും മുയലിന്റെയും കഥ. അതിലെന്താണ്? ആമയും മുയലും കൂടി പന്തയം വയ്ക്കുന്നു അല്ലേ? എന്നിട്ടോ ആര് ജയിക്കും? മുയല് ജയിക്കും. ആണോ? ആമ ജയിക്കില്ലേ? ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പന്തയം വെക്കുന്നതിന് മുന്നേ മുയലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ആമയ്ക്ക് ഇഴഞ്ഞ് മെല്ലെ വരാൻ പറ്റുള്ളൂ, എനിക്കാണെങ്കിൽ നന്നായി ഓടാൻ കഴിയും, ഞാൻ തന്നെ പന്തയത്തിൽ വിജയിക്കും എന്ന് മുയല് ആദ്യമേ ഒരു മുൻവിധി എടുത്തു വെച്ചു അല്ലേ? അവസാനം എന്താ സംഭവിച്ചത്? മുയലിന്റെ മുൻവിധി തെറ്റാണ് ചെയ്തത് അല്ലേ? ആമ പന്തയത്തിൽ ജയിക്കുകയും ചെയ്തു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു കാര്യം മുൻവിധി എടുക്കാതെ ചെയ്യുക. മുൻവിധി എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മുയലിന് വന്ന ഗതിയായിരിക്കും നമുക്ക് ഉണ്ടാകുക. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മാത്സ് നമ്മുടെ ഡെയിലി ലൈഫില് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ? നമ്മുടെ ഒരു മൂവിയിലൊക്കെ പറയുന്നത് പോലെ ഭൂമിയുടെ സ്പന്ദനം തന്നെ മാത്സിലാണ് അല്ലെ? അറിഞ്ഞും അറിയാതെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ? ആ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ നമുക്ക് എന്തായാലും മാത്സ് പഠിച്ചേ പറ്റണം, കാരണം നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമാണ്. പക്ഷെ എങ്ങനെ പഠിക്കണം? നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ വേണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ നമുക്ക് ചോക്ലേറ്റ് തരാറുണ്ട് അല്ലേ? ചോക്ലേറ്റ് തരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറുള്ളത്?
ഇപ്പോൾ ചേട്ടൻ്റെ ചേച്ചിയുടെ കയ്യിൽ ഒരുപാട് ചോക്ലേറ്റ് ഉണ്ട്. നമുക്ക് ഒരെണ്ണോ തന്നോളൂ, നമ്മൾ എന്ത് ചെയ്യും? പോരാന്ന് പറഞ്ഞ് വാശി പിടിച്ച് നമ്മൾ കരയും അല്ലേ? അത് എന്തുകൊണ്ടാണ്? നമുക്ക് ചോക്ലേറ്റ് ആവശ്യമാണ് അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് ചോക്ലേറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എണ്ണം പഠിച്ചിട്ടാണ് നമ്മൾ കരയണം. എനിക്ക് ഒരെണ്ണമുള്ളൂ, ആ പാക്കറ്റിൽ ഇപ്പോൾ ഒരു 50 ഉണ്ട് 60 ഉണ്ട് എന്ന് കൊണ്ടാണോ നമ്മൾ കരയുക? അല്ല, അതിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മളവിടെ കമ്പാരിസൺ ചെയ്യാം അല്ലേ? ഇപ്പൊ മാത്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥ തന്നെയാണ്. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ അത്രത്തോളം നമ്മളിത് ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മളിത് ഇൻട്രസ്റ്റോടെ എടുക്കുകയാണെങ്കിൽ എന്താണ് അത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് അല്ലേ? അപ്പൊ ഈ ടീച്ചർ നേരത്തെ പറഞ്ഞ സ്റ്റോറിയിൽ പോലെ ആമയുടെ മുയലിന്റെയും കഥയില് ചെറിയൊരു മോറൽ സ്റ്റോറിയാണ് അല്ലേ? മോറൽ സ്റ്റോറിയില് നമുക്കതിൽ ചിന്തിക്കാൻ ഒരുപാടുണ്ട് അല്ലേ? അത് തന്നെയാണ് നമ്മുടെ മാത്സ് പഠിക്കുന്ന കാര്യത്തിലും വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ളവരും, നിങ്ങൾക്ക് ഐസ്ക്രീം നല്ല ഇഷ്ടമാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഐസ്ക്രീം തന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? അത് പെട്ടെന്ന് കഴിച്ചു തീർക്കില്ലേ? അത് എത്ര നല്ല ടേസ്റ്റോട് കൂടി തന്നെ അത് കഴിച്ചു തീർക്കും. നിങ്ങൾക്കൊരു ഇഷ്ടമല്ലാത്ത സാധനം നിങ്ങൾക്ക് ഒരു ഇഷ്ടമല്ലാത്ത ഇപ്പോൾ വേറെ എന്തെങ്കിലും ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടി, അത് ഇഷ്ടമല്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കുറച്ചൊക്കെ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ കഴിക്കും, ബാക്കി എന്ത് ചെയ്യും? അല്ലേ? അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് കൊടുക്കും. അതുപോലെ തന്നെയാണ് മാത്സിന്റെ കാര്യം. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ മൊത്തം മനസ്സിലാക്കും, മൊത്തം അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കും, ചെയ്തു നോക്കും, അതെല്ലാം ചെയ്യും. പക്ഷെ മനസ്സിൽ വേണ്ട എന്നുള്ളൊരു തോന്നലാണെങ്കിലോ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ അത് മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ അത്ര മതിയെന്ന് സ്വയം വിചാരിച്ചവിടെ. ഓക്കെ, ടീച്ചർ ഇത്രത്തോളം പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പറയുന്നത് എന്ന്? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇവിടെ വി ക്യാൻ സ്റ്റഡി ന്യൂ ചാപ്റ്റർ. ദ ചാപ്റ്റർ നെയിം ഈസ് ഫ്രാക്ഷൻ. ദിസ് യു ഹാവ് ലേൺ ഇറ്റ് ഇൻ 5th standard. Let me ask you a question. A bottle can hold 250 milliliters. How much water do we need to fill 3 such bottles? Let's see how Raju find out the answer. I have 3 bottles here. One bottle has 250 milliliter of water. What is our question? How much water do we need 3 such bottles? So, one bottle is equal to 250 milliliter. How much water will be required to fill 2 bottles? So, we will write 1 bottle is equal to 1 into 250 is equal to 250 milliliter. For 2 bottles is equal to 2 into 250 is equal to 500 milliliter. If that is the case of how much water will be required to fill 3 bottles is equal to 3 into 250 equal to 750 milliliter. Now let's move on to the second question. A packet can hold 500 grams of sugar. How much sugar do we need to fill 4 packets? I have 4 packets of sugar. One packet contains 500 grams. How much sugar do we need to fill 4 such packets? So we will write 4 into how much sugar in there in one packet, 500 gram. 4 into 500 gram is equal to 2000 gram. Now we can do another problem. First question. What is the total weight of 2 pieces of pumpkin, each weighing 250 grams? Sub question. What if the weight is put in kilograms? So here, the weight of 1 piece of pumpkin is 250 grams. Total number of pumpkin pieces is equal to 2.
So here we have to find out the weight of 2 pieces of pumpkin. Okay. So first step, weight of 1 piece of pumpkin is equal to 250 grams. Second step, total weight of 2 pieces of pumpkin is equal to, here weight of 1 piece of pumpkin is equal to 250 grams. So number of pieces is equal to 2. So total weight of 2 pieces of pumpkin is equal to 250 into 2 is equal to 250 into 2. Yes, 500. 500 grams. Total weight of 2 pieces of pumpkin is equal to 500 grams. Next question. Write the weight in kilograms. Okay. So here 1000 grams is equal to 1 kilogram. Okay. So here 250 grams is equal to 1 by 4 kilogram. Here 2 times 1 by 4 is equal to 2 into 1 by 4 is equal to 2 by 4. The lowest term of 2 by 4 is equal to 1 by 2 kilogram. Means half kilogram. Okay. Next question. What is the total length of 4 pieces of ribbon? Each of length 75 centimeters. Sub question. What if the length is put in meters? So here length of 1 piece of ribbon given as 75 centimeters. So number of pieces is given as 4. So we have to find out the length of 4 pieces of ribbon. Here first step, length of 1 piece of ribbon is equal to 75 centimeter. Second step, total length of 4 pieces of ribbon is equal to 75 into 4. 300 centimeter. So here total length of 4 pieces of ribbon is equal to 300 centimeter. Next question, write the centimeter in meter. So here 100 centimeter is equal to 1 meter. 75 centimeter is equal to 3 by 4 meter. So here 4 times 3 by 4 is equal to 4 into 3 by 4 is equal to 12 by 4 is equal to 3 meter. Okay. This is today's homework. We can wind up today's session. Okay, bye.